ചിരിച്ചത് കാര്യായി. ഇത് ഇവരുടെ കഥയാ. അല്പ സ്പീഡ് കൂടിപ്പോയോ? ഇപ്പൊ ശരിയാക്കി തരാം. Good morning, students. Welcome to the world of medicine. So I just want to know how well-versed are you about this field of medicine? Okay, what is the full form of MBBS, Neha? Alright. Is there anyone with a different answer? Medicine Baccalaureus style. ചവിട്ടാടേ ചവിട്ടി രാവിലെ പഠിച്ചു വെക്കുന്നു. ആരോ വരുന്നു 702, 703, 704, 705. നിങ്ങൾ എന്തെടുപ്പാ ഇവിടെ? ചേച്ചി ഇവിടെ സീനിയേഴ്സ് പെൻസിൽ കൊണ്ട് റോഡ് അളക്കാൻ പറഞ്ഞു. എന്നിട്ട് എന്തായി? ഇളക്കി കഴിഞ്ഞോ? ഇല്ല, ചെയ്തോണ്ടിരിക്കുക. അവനോട് എന്തെടുക്കുവാ? അവൻ റെക്കോർഡ് ചെയ്തു ചേച്ചി. എന്നാ വാ. എടാ, നിങ്ങൾക്കൊന്നും ഇതുവരെ മനസ്സിലായില്ലേ? എൻ്റെ ഈ കോലം, ഈ കോട്ടും മുടിയൊക്കെ കണ്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല? എടാ, ഞാൻ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന ചേരയാ. നിന്റെ മാമീനെ കാണാം. നിനക്കൊക്കെ എന്താണ് ഇപ്പൊ ഒന്നും പറയാല്ലേ? വന്നപ്പോ തന്നെ സീരിയസിനെ ചെറിയ കാര്യമൊക്കെ. നിനക്കെല്ലാം റൂം പറയണ്ടേ? ഇപ്പൊ മനസ്സിലാടാ റൂം. നീക്കൊരു ചേട്ടന്മാരായിട്ടാണല്ലോ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. ഒറ്റ മുഖത്തൊരു പൂട പോലും കാണല്ലോ, മനസ്സിലായോ? മുഖത്തോടാ സാധുവിന് വളരാത്ത താടിയൊന്നും ആവശ്യം വളരണ്ട. വരണ്ടായിരുന്നു. ചിരി വരുന്നുണ്ട്. ചിരിച്ചേ, ചിരടാ. നിനക്കാണ് ചിരി വരുന്നത്. ചിരിച്ചേടാ, ചിരിക്ക്, കുഴപ്പമില്ല, ചിരിക്കടാ. എത്ര ചിരി വരുന്നത്? കോമഡിയാണ് നടന്നത് ഇവിടെ. കോമഡിയാണ് നടന്നത്. നിനക്ക് ചിരി വരുന്നുണ്ടോ? നോക്കടാ, ചിരിച്ചേടാ. എടാ, ചിരിക്കുന്നേ. എന്റെ ചിരി വരുന്നില്ലേ? നീ കരഞ്ഞൊന്നും കാണിക്കണ്ട. നാളെല്ലാം പഠിച്ചു വന്നോ, മനസ്സിലായോ? പൊക്കോ. നാളെ നോക്കാം. അതിനെ സാധ്യതയില്ല. അങ്ങോട്ട് പൊട്ടന്മാര് നാളെ നോക്കാം. എടാ, ഉള്ള പരീക്ഷ മൊത്തം നമ്മൾ പൊട്ടാറായിരിക്കുക. ഇങ്ങനെ പോയാൽ ഞാൻ വല്ല ഡിപ്രഷൻ അടിച്ച് ചാവും. നമുക്ക് എവിടെയെങ്കിലും കറങ്ങാൻ പോയാലോ? എന്നാ നമുക്ക് അമ്പൂരി പോയാലോടാ. അമ്പൂരിയോ? അയ്യോ, അത് വേണ്ട. അതർത്ഥം പോയി പണിയാക്കി വെച്ചേക്കുവാ. ഇപ്പൊ അമ്പൂരിന്ന് കേൾക്കുന്നതേ പേടിയാ. നമുക്ക് വേറെ എവിടെയെങ്കിലും പോവാം. എന്നാ നമുക്കേ നന്ദുവിനെ വിളിക്കാം.
എന്നിട്ട് അവനോട് ചോദിക്കാം എവിടെ പോവാന്ന്. അല്ലേ നമുക്ക് തന്നെ ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ട് അവർക്കൊരു സർപ്രൈസ് കൊടുത്താലോ? നമുക്കെന്നാ വേറെ വല്ലയിടത്തും പോവാന്നും പറഞ്ഞോണ്ട് പോവാ. Attendance. 1, 2, 3, 4, 5, 6, 7, 8. ആ സേനമാരൊക്കെ നിന്നെ എണീറ്റിരുന്നേ. ബാക്കിയുള്ളവരും കൂടി എഴുന്നേറ്റോ? എഴുന്നേൽക്കണോ? രണ്ടുപേരുണ്ട്. എന്നിട്ട് 3 പേരും കൂടി പുറത്തു. നീ എന്തിനാ ആദ്യം മാമ വിളിച്ചപ്പോ തന്നെ എണിച്ചിക്കാൻ പോയത്? സീനിലൊക്കെ മാമാറുന്നു. നീ എണീച്ചിരിക്കേണ്ട ആവശ്യം പോലും ഇന്നാ. എന്തേലാട്ടെ എടാ കഴുതേ, നീ നാട്ടുകാരുടെ മൊത്തം പ്രോക്സ് വിളിക്കാൻ പറഞ്ഞേക്ക് പറഞ്ഞോ? നിനക്ക് പ്രോക്സ് വിളിച്ചിട്ട് ഞങ്ങൾ 3 പേരും വെളിയിലായി. അയ്യോ, ഞാൻ നിങ്ങളെ അറ്റൻഡൻസ് പോയത്. സോറിടാ. ഇങ്ങനെയൊക്കെ പറയുന്നേ ചില്ല, ഞങ്ങൾ ചുമ്മാ അറിഞ്ഞാ. അമ്മേ, ഞാൻ ക്ലാസ്സിലായിരുന്നു. ഫോൺ സൈലന്റായിരുന്നു. ഞാൻ നോക്കട്ടെ ഗോവയില് എവിടെയൊക്കെ പോവാൻ നോക്കട്ടെ. ബീച്ചുണ്ട്, പിന്നെ വേറെ എവിടെയൊക്കെ പോവാൻ നോക്കാം. വേറെ എന്താ, രാത്രി കറങ്ങാൻ പോകാൻ കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ അതൊക്കെ പോകാൻ പറ്റുമോ നമ്മളൊക്കെ? എടാ, അവനാ റെക്കോർഡിൽ നിന്ന് എഴുതിയതല്ലേ? നീ പറഞ്ഞില്ല എന്നോട് ഇന്നലെ എഴുതി. പിന്നെന്താ അവൻ പോയത്? എടാ, ഒരു കാര്യമുണ്ട്. കുറച്ചു നാൾ മുമ്പ് നടന്നു. ഞാനത് നിങ്ങളോട് പറയണമെന്ന് ആലോചിച്ചിരിക്കുവായിരുന്നു.
ഞാൻ എൻ്റെ അസൈൻമെൻറ്റ് കാണാതെ പോയി എല്ലാവരുടെയും ബാഗൊക്കെ തപ്പിക്കൊണ്ട് നടന്നപ്പോൾ അവൻ്റെ അച്ഛൻ്റെ റിപ്പോർട്ട് അവൻ്റെ ബാഗിൽ നിന്ന് കിട്ടി. അതിനകത്ത് എനിക്ക് വായിച്ചിട്ട് മനസ്സിലായത് കാർഡിയാക് ഫെയിലിയർ ആണ്. അപ്പോൾ ഒരു പേസ് മേക്കർ വെക്കണം എന്നുള്ള രീതിയിലാണ് എഴുതിയത്. അയ്യോ, എന്നാ പിന്നെ നമുക്ക് ഇതിനെപ്പറ്റി അങ്ങോട്ട് സംസാരിക്കുന്നില്ല. ഇല്ല, അവനിനി നമ്മളോട് പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ ചിലപ്പോൾ കംഫർട്ടബിൾ ആയിരിക്കത്തില്ല. ടൂറിൻ്റെ കാര്യമൊക്കെ ഇടും. ഏതായാലും ഈ കാര്യത്തിൽ നമുക്ക് അവനോട് ഞാനൊന്ന് പോയി സംസാരിച്ച് നോക്കാം. ചേട്ടന്റെ പേര് എത്ര വേണം ഗിറ്റാർ വായിക്കാൻ കൊടുത്തേക്കുന്നു? ചേട്ടൻ വരുമല്ലോ? ഞാൻ ഇപ്രാവശ്യമില്ലടാ, ജൂനിയർ സാറിലെ നോക്കൂ. അത് ചേട്ടാ അങ്ങനെ പറയല്ലേ. ചേട്ടൻ കയറി എന്തായാലും നമുക്ക് പ്രൈസാ. ഇല്ലടാ, എനിക്കൊരു മൂഡില്ല. ചേട്ടാ, അല്ലെങ്കിൽ ജൂനിയേഴ്സ് 2 പിള്ളേരുണ്ട്, അവരെ ട്രെയിൻ ചെയ്യാൻ പറ്റുമോ? ഒപ്പൊന്നും പറയുന്നില്ല, നോക്കട്ടെ. അവിടെ നന്ദു നീ എന്തൊന്നും മിണ്ടാത്ത? എന്നോട് എത്ര വട്ടം പറഞ്ഞാ ഗിറ്റാറൊന്നും വായിക്കാനായിട്ട്? വേറെ ആൾക്കാരില്ലാത്ത? ഞങ്ങളൊക്കെ ഓടി ഓടി മടുത്ത്. നിനക്കൊന്നും വായിച്ചാൽ എന്താ? എടാ അജു, നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തില്ല വീട്ടിൽ എന്തൊക്കെ പ്രശ്നങ്ങളുള്ളതെന്ന്. അമ്മയ്ക്ക് ഫീസ് കൊടുക്കാനേ ലോൺ അടയ്ക്കാനേ സമയമുള്ളൂ. അതേസമയം അച്ഛന് ഹാർട്ട് പ്രോബ്ലമാണ്. 21 വയസ്സായി ഞാനിവിടെ പഠിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ കൂട്ടുകാരെല്ലാം പണിക്കും പോയി തുടങ്ങി. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാം ഒരു ബുദ്ധിമുട്ടാ. എനിക്ക് വയ്യേ. നന്ദുടാ ബാ, ടൈമായി, ബാ പോവാ. നീ എന്തെങ്കിലും ഇരിക്കുന്നു, ബാ. എൻ്റെ പ്രിയപ്പെട്ടവർക്ക്, ഈ ലോകത്ത് ജീവിക്കാൻ അർഹതയില്ലാത്തവനാണ് ഞാൻ. ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നിമിഷവും മറ്റുള്ളവർക്ക് ഭാരമാവാൻ മാത്രം വിധിക്കപ്പെട്ടവൻ. ഇനി വയ്യ. നിങ്ങൾക്ക് മുന്നിൽ ജീവിക്കുന്ന ഓരോ നിമിഷവും എൻ്റെ നെഞ്ച് നീറുകയാണ്. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ MBBS എന്നത് എൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു. അമ്മേ, ഞാൻ പറയുമായിരുന്നില്ലേ, പഠിക്കണം, നല്ലൊരു ഡോക്ടറാവണം, എല്ലാവരെയും സഹായിക്കണം. പക്ഷെ ഇല്ലമ്മേ, ഇതൊന്നും ആഗ്രഹിക്കാൻ പോലും അർഹതയില്ലാത്തവനാണ് ഞാൻ. ഒരു സാധാരണക്കാരന് പറഞ്ഞിട്ടുള്ളത് അല്ല ഇതൊന്നും. തെറ്റ് എൻ്റേത് മാത്രമാണ്, നിലയറിയാതെ സ്വപ്നം കണ്ടത്. പക്ഷേ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് നിങ്ങളൊക്കെയല്ലേ. ഇനി എന്തെന്ന് ആലോചിക്കുമ്പോഴേക്കും ഒരു ശൂന്യതയാണ്. എത്ര ശ്രമിച്ചാലും ഈ കഷ്ടപ്പാടുകൾ അവസാനിക്കില്ല. രക്ഷപ്പെടാൻ ഞാൻ നോക്കിയിട്ട് ഈ ഒരു വഴിയേ ഉള്ളൂ. നിങ്ങളെ ഞാൻ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഈ തീരുമാനവും. അജു, സ്റ്റീഫൻ, സേറ, നിങ്ങളെയൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചിട്ടുള്ളത് നിങ്ങളോടൊപ്പമാണ്. താങ്ക് യു ഫോർ എവറിത്തിങ്. പക്ഷേ വയ്യടാ, എൻ്റെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളും കൂടെ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്കിനി വയ്യ. എനിക്ക് ആരോടും ദേഷ്യമില്ല. ഈ സമൂഹം ഇങ്ങനെയാണ്, ഇവിടുത്തെ രീതികളും ഇങ്ങനെയാണ്. അർഹതകളും അവകാശങ്ങളും പണമുള്ളവന് മാത്രമുള്ളതാണ്. പഠിക്കാനുള്ള അവകാശം പോലും പണത്തിൻ്റെ മാനദണ്ഡത്തിലാണ്. തെറ്റ് എൻ്റേതാണ്. അർഹതയില്ലാത്ത ആഗ്രഹിച്ചത് ഞാനാണ്. ആ തെറ്റ് ഇന്ന് ഞാൻ തിരുത്തുന്നു. ഗുഡ് ബൈ. അവനെന്താണ് നമ്മളോടൊന്ന് പറയാൻ? ഇത്രയും നാളും നമ്മൾ അവൻ്റെ കൂടെ ഉണ്ടായിട്ടും നമുക്കിതൊന്നും മനസ്സിലാക്കാതെ പോയില്ല. അങ്ങനെ ആ തെറ്റ് നമ്മുടെ ഭാഗത്ത് നിന്നാണ്. നമുക്കെല്ലാം അറിയാമെന്നല്ലേ, എന്നിട്ടും നമ്മൾ അവൻ്റെ പ്രശ്നങ്ങളുടെ പുറകെയല്ലേ ഓടിയത്. ഒരിക്കലും നമ്മൾ അവൻ്റെ പുറകെ ഓടിയിട്ടില്ല. അവൻ്റെ മനസ്സിലെല്ലായിരുന്നു നമ്മൾ ഒരിക്കലും അറിയാൻ ശ്രമിച്ചിട്ടില്ല. ഇതൊക്കെ അറിഞ്ഞിട്ടും നമ്മൾ എല്ലാത്തിനും ഒരു വെളിക്കപ്പുറം ഉണ്ടെന്ന് അവനെ മനസ്സിലാക്കിയിരുന്നെങ്കിൽ അവന് ഒരിക്കലും ചെയ്തിട്ടില്ലായിരുന്നു. നമ്മുടെ എല്ലാം ആണ് അവനെന്ന് അവൻ എന്തെങ്കിലും മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഇങ്ങനെ ഒരിക്കലും സംഭവിക്കത്തില്ല. ആ കൊച്ചിന്റെ കാര്യം അവരിനി നോക്കോളൂ. അല്ലെങ്കിൽ ഇനിയൊരു നന്ദനെ നഷ്ടപ്പെടുത്താൻ ആ 3 പേര് സമ്മതിക്കില്ല. അറ്റ്ലീസ്റ്റ് അവരുടെ അറിവോടെ. ചുറ്റും നടക്കുന്ന പലതും നമ്മൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കാറുണ്ട്.
ചിലപ്പോ കാണാതെയും പോവാറുണ്ട്. അതിനെങ്ങനെ, എല്ലാവരും ഓരോരോ മുഖംമൂടിക്ക് മറവിലല്ലേ. അടുത്തൂടെ പോകുന്ന എത്ര പേരുടെ ചിരി ശരിക്കും ഉള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അറിഞ്ഞു അറിയാതെ നമ്മൾ അവഗണിക്കുന്ന ഒത്തിരി ജീവിതങ്ങൾ നമുക്ക് ചുറ്റുമുണ്ട്. നമുക്കെല്ലാവർക്കും സംസാരിക്കാൻ ഒത്തിരി ഇഷ്ടമല്ലേ? സംസാരിച്ചാൽ മാത്രം പോരിടും, ഇടയ്ക്കൊക്കെ കേൾക്കണം. ഒരു വിളിക്കപ്പുറം ഞാൻ ഉണ്ടെന്നൊരു വാഗ്ദാനം കൊടുക്കാനാവുന്നത് ഇന്നത്തെ ഒത്തിരി പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ്. എന്തോ ഒന്ന് മറന്നുപോയതുപോലെ കഥ പറഞ്ഞ് സെൽഫ് ഇൻട്രോ മിസ്സായില്ലേ? ശരിയാക്കാം. കോളേജും പഠിപ്പും പട്ടമൊക്കെ തുടങ്ങുന്നതിന് മുന്നേ കലണ്ടർ കുറച്ചധികം മറക്കേണ്ടി വരും. അന്ന് ഇവിടെ ചെറിയൊരു ക്ലിനിക്കായിരുന്നു. അങ്ങനെ ഒരു ജൂൺ 5 ഏതോ ഒരു പ്രകൃതി സ്നേഹിയായ ഡോക്ടർ എന്നെ ഇവിടെ നട്ടിട്ടങ്ങ് പോയി. ആരും തിരിഞ്ഞു നോക്കാനില്ലാണ്ട് എങ്ങനെയൊക്കെയോ ഞാൻ വളർന്നു. അതുകൊണ്ടെന്താ, ഒറ്റപ്പെടലിന്റെ ഫീല് വേറെ ആര് പറഞ്ഞില്ലേലും എനിക്ക് നല്ലപോലെ അറിയാം. പക്ഷെ ഇതിലൂടെ കടന്നുപോയ ഒത്തിരി പേര് അവരെ സങ്കടങ്ങളും ആകുലതകളും ഒക്കെ ദേ ഈ തണലിൽ വന്നിരുന്ന് പറയാറുണ്ട്. കുറെ പേരൊക്കെ കൂട്ടുകൂടി കളിക്കും, ചിരിക്കും. ചിലരൊക്കെ വെറുതെ ഇരിക്കും, ചിലരൊക്കെ ഇരുന്ന് കരയും. ഞാൻ എല്ലാം കേൾക്കും, മനസ്സിലാക്കും. ഇടയ്ക്കൊക്കെ ഒരു ഇളം കാറ്റിലൂടെ അവരെ തഴുകാനൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാം, അവരൊന്ന് കെട്ടിപ്പിടിക്കാൻ കൈകളോ വാക്കുകളിലൂടെ ആശ്വസിപ്പിക്കാൻ വായോ ദൈവം എനിക്ക് തന്നില്ല. തന്നിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ, ഒരു വിളിക്കപ്പുറം ഞാൻ ഉണ്ടെന്ന്.